രതീഷേട്ടനെ നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ശരിക്കും പണിയാണോ അത് പണി പാളിയോ? അനിയൻ എന്താ തോന്നുന്നു? പണിയാണോ പണി പാളലാണോ? പണി പാളലാണ്. പണി പാടില്ല. ആ രേണുസുതി അവിടെ നിന്ന് കളിക്കാത്തതാണോ അതോ സെലക്ഷൻ നടത്തിയ ആളുകൾക്കാണോ? എവിടെയാ സെലക്ഷൻ നടത്തിയ ആളുകൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്ത് പ്രശ്നം വന്നില്ല. രേണുസുതി പുറത്ത് കണ്ടന്റ് മേക്കർ ആയിരുന്നില്ലേ. രേണുസുതി അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലില് ഫയർ ഇടാ എന്ന് പറഞ്ഞിട്ട് വരുന്നു വിചാരിച്ച് അവർക്ക് പാളിപ്പോയി. അവിടെ രേണുസുതി രക്ഷപ്പെട്ടു. എന്തോരെ കാശ കെട്ടിണ്ടാവുക. പാനി ശരത്ത് ഔട്ടാവും നമ്മൾ വിചാരിച്ചതല്ല. പുള്ളിക്കാരൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തി ഔട്ടാവും എന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവത്തിൽ അപ്പാനെ ഔട്ടായി പോവാണ്. എന്നിട്ടൊരു ടാഗ് ലൈൻ വരാണ്, ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. ഇനി കയറി വരാൻ പോകുന്ന വ്യക്തി അക്ബർ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അക്ബർ നെഗറ്റീവ് ഗെയിംസ് ആണ് കളിക്കുന്നത്. പക്ഷെ അക്ബർ ഭയങ്കര ഗെയിമറാണ്, ഭയങ്കര ബുദ്ധിശാലിയാണ്. ഷാനവാസ് ഭയങ്കര ബുദ്ധിശാലിയാണ്. ഷാനവാസിന്റെ ഗെയിം ഗംഭീര ഗെയിമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഷാനവാസ് ഒതുങ്ങുകയാണ്. മസ്താനി പോകുമ്പോൾ ഉള്ളൊരു ആര്യന്റെ ഒരു പ്രകടനം ഗംഭീര ആക്റ്റായി. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പോയി. ലവ് ട്രാക്ക് തുടങ്ങാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ ഇവരെ വ്യക്തി ചെയ്ത് വിടാക്കുന്നു അല്ലേ. ലവ് ട്രാക്ക് അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ പറയാൻ പറ്റില്ല. പ്രേക്ഷകർ ഓരോന്നൊക്കെ അത് ലവ് ട്രാക്ക് ഒന്നും അല്ല കേട്ടോ. നെവിൻ ഓൾറെഡി എന്നുള്ള രീതിയിലേക്ക് ഞാൻ കിട്ടി വന്നിട്ട് പോയതാ. പെട്ടെന്ന് ആളുകൾ ഓർത്തെടുത്തത് പണ്ട് ഒരാൾ 2 ബാഗും പിടിച്ചുരുട്ടി പോയത്. ഞാൻ അതാണ് ബാഗ് എടുത്തിട്ട് വരുന്നു, ഇന്ന് കേരളം കത്തും എന്നുള്ളത് കൊട്ടി ബിഗ് ബോസ് എനിക്ക് പോകണമെന്ന് എനിക്ക് അറിയായിരുന്നു, തുറക്കില്ലാന്ന്. പക്ഷെ എന്റെ മനസ്സിലുണ്ട് ഭഗവാൻ തുറന്നു കഴിഞ്ഞാൽ പെട്ടു, ഞാൻ പോവില്ല പുറത്തേക്ക്. തുറന്നു കഴിഞ്ഞാൽ പറ്റിച്ചേന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരും. ആത്മാർത്ഥമായിട്ട് പറയാണ്, ഞാൻ സീസൺ 7 താഴ്ത്തി പറയണതല്ല. പക്ഷെ ലൈവ് ഞാൻ കാണാറില്ല. ഞാൻ എപ്പിസോഡ്സ് കാണാറുണ്ട്, അതും ഹോട്ട്സ്റ്റാറിലിട്ട് കാണാറ്. ഏഷ്യാനെറ്റ് ടെലികാസ്റ്റും കാണാറില്ല. ഫോർവേഡ് അടിക്കാൻ പറ്റില്ല. രതീഷേട്ടൻ വന്ന് പോയിട്ട് ഒരു എൻട്രോടും കിട്ടണേ നിലനിർത്തണേ എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷെ അവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടായിട്ട് വരെ പുറത്തു പോയ ഒരാളുണ്ട്, രേണുസുതി. ഇപ്പൊ ഇത്തരം വന്ന് കിട്ടുന്ന അവസരം ഉണ്ടായിട്ട് പുറത്തു പോകുന്നതിനെ പറ്റി റോഹ, ഞാൻ പറയട്ടെ, റോഹന്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടെന്ന് വിചാരിക്കുക. റോഹന്റെ ബൂസ്റ്റ് ചെയ്തിട്ട് എന്ത് വേണമെങ്കിലും റോഹന്റെ ചെയ്യാൻ പറ്റും. റോഹന്റെ ബൂസ്റ്റ് ചെയ്തിട്ട് കളത്തിലിറങ്ങി കളിക്കുമ്പോഴാണ് ഇതിന്റെ വിവരം അറിയുന്നത്. അപ്പോൾ രേണുസുതി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനായി. രേണുസുതി അങ്ങനെയാണ്. രേണുസുതി അങ്ങനെ വലിയ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളൊന്നല്ല. പക്ഷെ ആൾക്കാരിലേക്ക് കയറി ചെല്ലാനും ബിഗ് ബോസിലേക്ക് എങ്ങനെയും എൻട്രി ആവാനും വേണ്ടിയിട്ട് രേണുസുതി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിക്കും അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മളൊരു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ, റോഹൻ ഒരു വ്ളോഗ് എടുക്കുകയാണെങ്കിൽ റോഹനെ ബൂസ്റ്റ് ചെയ്തിട്ടാണോ റോഹനെ ബൂസ്റ്റ് ചെയ്യാതെയാണോ വ്ളോഗ് എടുക്കുക? മാക്സിമം റോഹനെ എങ്ങനെയാണോ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക അതേപോലെ ബൂസ്റ്റ് ചെയ്തിട്ടാണ് വ്ളോഗ് എടുക്കുക. അത് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ഒരു 19 പേരടങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല. ഇവിടെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായി കഴിഞ്ഞാൽ അത് ഒരുപാട് ആപ്പുകളുണ്ട് നമ്മുടെ ഫേസ് നന്നാക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതൊന്നും നടക്കില്ല. അവിടെ ഗെയിം കളിച്ചേ പറ്റൂ. ഈ രേണുസുതി അവിടെ നിന്ന രീതിയിലേക്ക് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ആരുടെ ഭാഗത്താ ഈ പരാജയം സംഭവിച്ചിട്ടുള്ള? ആ രേണുസുതി അവിടെ നിന്ന് കളിക്കാത്തതാണോ അതോ സെലക്ഷൻ നടത്തിയ ആളുകൾക്കാണോ? എവിടെയാ സെലക്ഷൻ നടത്തിയ ആളുകൾക്ക് ഒരു പ്രശ്നം വന്നിട്ടില്ല. എന്ത് പ്രശ്നം വന്നില്ല. രേണുസുതി പുറത്ത് കണ്ടന്റ് മേക്കർ ആയിരുന്നില്ലേ. രേണുസുതി അതിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വേറെ ലെവലില് ഫയർ ഇടാ എന്ന് പറഞ്ഞിട്ട് വരുന്നു വിചാരിച്ച് അവർക്ക് പാളിപ്പോയി. അവിടെ രേണുസുതി രക്ഷപ്പെട്ടു. എന്തോരെ കാശ കെട്ടിണ്ടാവുക. പക്ഷെ ആൾക്ക് ഇനി നിന്നാൽ വോട്ട് ഉണ്ട് എന്ന് പറയുന്നു, നിൽക്കുന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്റെ ഒരു അഭിപ്രായത്തിൽ രേണുസുതി ഒരു പാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പാവാണ്. കാരണം അവര് അങ്ങനെ വലിയ ഭയങ്കര ഇതേപോലെ കാണിക്കുന്ന ഇങ്ങനെ ചൂടപ്പം പോലെ കാര്യങ്ങൾ പറയുന്ന, മുഖത്ത് നോക്കി കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരു ലേഡി ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു. ആ കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കിയത് മറ്റേ സംഭവമാണ്, കണ്ണടച്ചിരിക്കുന്നത് ഞാൻ കണ്ടോ, അപ്പോഴാണ് അതിന് മാത്രമാണ് രേണുസുതിയുടെ സൗണ്ട് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടത്. അതുവരെ രേണുസുതി ഒരു സേഫ് ആയിട്ട് കാര്യങ്ങളൊക്കെ നീക്കുന്ന, അപ്പൊ ഏറ്റവും കൂടുതൽ സേഫ് ഗെയിം കളിച്ച ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രേണുസുതി തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് രേണുസുതി സേഫ് ഗെയിം കളിച്ചതല്ല, രേണുസുതിയുടെ ക്യാരക്ടർ അതാണ്. ശരിക്കുള്ള രേണുസുതിനെയാണ് നമ്മുടെ ബിഗ് ബോസിൽ കണ്ടത്. ഇവിടെയൊക്കെ രേണുസുതി കണ്ടന്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തതാണ്. ഞാൻ പറയുന്നത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടാണ്. സീസൺ 7 തുടങ്ങുന്ന സമയത്ത് ആദ്യം പരാമർശിച്ച ഒരു പക്ഷെ ഓർത്ത പേര് അനീഷന്റെ ആയിരിക്കും. അല്ല, അനീഷിന്റെ പറഞ്ഞപ്പോ രതീഷന്റെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ
ഒരു തൃശ്ശൂർകാരൻ കണ്ടസ്റ്റന്റ് അവിടെ വരുന്നേക്കാൾ ഇവരായിട്ട് ശൈലികളും ഉള്ള സ്പേസിൽ കുറെ കൂടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു പറഞ്ഞപ്പോൾ ഒരു ആയിരിക്കും മേ ബി കുറെ കൂടി വന്നത്. അത്തരത്തിൽ പരാമർശങ്ങൾ കേട്ടിരുന്നോ? അല്ല, പരാമർശം കേട്ടു എന്ന് പറഞ്ഞാൽ അനീഷിന്റെ പേരും എൻ്റെ പേരും വെച്ചിട്ട് ഒരു 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 ബ്രീഫിങ് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണാറുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരാണ്. അതായത് സീസൺ 6 രതീഷിന് സംഭവിച്ച പോലെ അനീഷിന് സംഭവിക്കരുത്, അതിന് പ്രേക്ഷകർ സമ്മതിക്കരുത്. രതീഷിന് ഒരാഴ്ച കൊണ്ട് പുറത്താക്കിയ പോലെ അനീഷിനെ പുറത്താക്കരുത്. ഒരുപാട് കാര്യങ്ങൾ അനീഷിൽ നിന്ന് വരാനുണ്ട്. രതീഷിന്റെ കളികൾ കണ്ടിട്ട് മതിയായിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ ആവരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മാർക്കറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്രീഫിംഗ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുക, അങ്ങനെ ഒരു ബ്രീഫിംഗ് എനിക്ക് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ. നമ്മൾ ചിലതിൽ നിന്നാണ് പഠിക്കാന്ന് പറഞ്ഞ മനസ്സിലാക്കി ഇനി ആവർത്തിക്കരുത് എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ട്. അതെ അതെ, അതായത് അന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ബി ഞാൻ ഔട്ടാവുന്ന വിചാരിച്ചല്ല, സീസൺ 6 പ്രേക്ഷകരും വിചാരിച്ചല്ല ഞാൻ ഔട്ടാവുന്ന വിചാരിച്ചത്. ബിഗ് ബോസ് ഹൗസ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയാം. പക്ഷെ സീസൺ 6 കണ്ടുവന്നത് കളിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ പോകുന്നൊരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. വരുന്ന 7ന്റെ പണി എന്നുള്ളതായിരുന്നു ഇപ്രാവശ്യത്തെ ഏറ്റവും അട്രാക്റ്റീവ് ചെയ്തിട്ടുള്ള കാര്യം. രതീഷേട്ടനെ നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ശരിക്കും പണിയാണോ അത് പണി പാളിയോ? സീസൺ 7 അനിയൻ എന്താ തോന്നുന്നു? സീസൺ 7 അത് പണിയാണോ പണിപാളലാണോ? പണിപാളലാണ്. എവിടെ പാളിയ? മൊത്തം പാളിയിരിക്കുകയാണ്. കാരണം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് പ്രമോ ഒക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ആഘോഷിച്ചു. ഒരു സിനിമ മോഡലുള്ള പ്രമോ ആയിരുന്നു. പക്ഷെ ഞാൻ അന്ന് ഒരു ഇന്റർവ്യൂവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഈ പ്രമോ വരുന്ന കണ്ടസ്റ്റന്റിന് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഗെയിമേഴ്സ് അല്ല. ഞാനൊരു ഫാസ്റ്റ് ഗെയിമറാണ്. കാരണം എനിക്ക് ആ തുടക്കം മുതൽ തന്നെ എനിക്ക് ഒരു ഹരായിരുന്നു. അതായത് ഞാൻ റോഹൻ വെറുതെ നടക്കുമ്പോൾ ഞാൻ റോഹനെ ട്രിഗർ ചെയ്യുമ്പോൾ റോഹൻ ട്രിഗർ ആവാണ്, കൊള്ളാലോ വീഡിയോ. അപ്പൊ നമ്മൾ വീണ്ടും അതും അങ്ങോട്ട് പിടിച്ച് കയറാണ്. എനിക്കതൊരു ഹരായിരുന്നു. എനിക്ക് കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും എന്നെ പിടിച്ച് ഔട്ടാക്കി. അത് ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ഈ ഔട്ടാവുന്ന ആളുകളുണ്ടല്ലോ, ഔട്ടാവുന്ന ആളുകൾ ഇപ്പോഴത്തെ സീസൺ തൊട്ടിട്ട് ഒരു ആങ്കർ വന്ന് ഒരു ഇന്റർവ്യൂ ഒരു സെറ്റിങ്സ് ഉണ്ട്. അഞ്ജന മാഡം ചെയ്യുന്നത്. അഞ്ജന മാഡം അവരോട് ചോദിക്കുകയാണ് എന്ത് പറ്റി. ഞാനാണെങ്കിൽ പറയും എന്ത് പറ്റി, എന്തിനാ ഔട്ടാക്കിയത്, ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കും. അതായത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പെർഫോം ചെയ്ത ആളെന്താണ് അപ്പാനി ശരത്ത് ഔട്ടാവും നമ്മൾ വിചാരിച്ചതല്ല. പുള്ളിക്കാരൻ നെഗറ്റീവ് ഓർ പോസിറ്റീവ്, പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. നല്ല രീതിയിൽ കളിക്കുന്ന വ്യക്തി ഔട്ടാവും എന്ന് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംഭവത്തിൽ അപ്പാനെ ഔട്ടായി പോവാണ്. എന്നിട്ടൊരു ടാഗ് ലൈൻ വരികയാണ്, ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് വേണമെങ്കിൽ അപ്പാനിനെ സേവ് ചെയ്ത് അവിടെ നിർത്താമായിരുന്നു. എത്രയോ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വോട്ടിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. എല്ലാം കഴിഞ്ഞ് ഈ ആഴ്ച എവിക്ഷൻ ഇല്ല. അപ്പൊ എന്തിനാണ് അവര് ആ വോട്ടിങ്ങിന്റെ കാര്യങ്ങൾ ഇടുന്നത് ഒരാഴ്ച? നമ്മൾ ഓരോ കണ്ടസ്റ്റന്റ് തന്നെ വീണ്ടും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് അപൂർവം കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇതില് ആദ്യം ഓർത്തത് അനീഷിന്റെ ഇതിലായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ വെച്ച് തുടങ്ങിയത്. തൃശ്ശൂർകാരനായിട്ട് കണക്ട് ചെയ്തു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഓർത്ത് വെച്ചുള്ള സംഭവം നെവിന്റെ വിഷയത്തിലായിരുന്നു. നെവിൻ ഓൾറെഡി എന്നുള്ള രീതിയിലേക്ക് ഞാൻ കിട്ടി വന്നിട്ട് പോയതാ. പെട്ടെന്ന് ആളുകൾ ഓർത്തെടുത്തത് പണ്ട് ഒരാൾ 2 ബാഗും പിടിച്ചുരുട്ടി പോയതായിരുന്നു. പക്ഷെ അത് രസമായിരുന്നു. അത് രസമുള്ള ഞാനും പിടിച്ച് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ല ഒരു സംഭവം. അങ്ങനെയല്ല, അതായത് ഇവര് അതാണ് എല്ലാവരെയും എതിർത്ത് കളിച്ചാലത്തെ പ്രശ്നം. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ സമയത്ത് എനിക്ക് കണ്ടന്റുകൾ ഡെയിലി ഉണ്ടാക്കണം, പ്രമോല് വരണം, അതൊക്കെ ഫുൾ പ്ലാൻഡ് ആണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകാരെ വരെ മറന്നു പോകും. നമ്മൾ ഫുൾ പ്ലാൻഡ് രാത്രി ഇറങ്ങുമ്പോൾ അപ്പൊ നാളത്തെ പ്രമോ എന്തായിരിക്കും, അങ്ങനെ എന്തൊക്കെ. അപ്പൊ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ ബാഗ് എടുത്തിട്ട് ഇറങ്ങിയതിന് ശേഷം ഇവര് ആരെന്നെ വിളിക്കുന്നില്ല. പിന്നെ ഇനി വേറെ ഹെവി റിസ്ക് എടുത്തതാണ്. ഈ സീസണിൽ നെവിനും വാതിൽ തുറന്നു കൊടുത്തു. കഴിഞ്ഞ സീസണിൽ എനിക്കറിയാമായിരുന്നു തുറക്കില്ല, 101 തവണ ഉറപ്പാണ് തുറക്കില്ല. കാരണം എന്താ വെച്ചാൽ തുറക്കണമെങ്കിൽ നമ്മൾ കൺഫെഷൻ റൂം വഴി പോകണം. എന്നിട്ട് കൺഫെഷൻ റൂം വഴി പോയിട്ട് ബിഗ് ബോസ് സംസാരിച്ച് അതിൽ കുറെ സ്റ്റെപ്പുകളുണ്ട്, എന്നിട്ട് നമ്മൾ പുറത്താക്കുള്ളൂ. ഞാൻ അതാണ് ബാഗ് എടുത്ത് ഇങ്ങോട്ട് വരുന്നു, ഇന്ന് കേരളം കത്തും എന്നുള്ളത് കൊട്ടി ബിഗ് ബോസ് എനിക്ക് പോകണമെന്ന് എനിക്കറിയായിരുന്നു തുറക്കില്ല. പക്ഷെ എന്റെ മനസ്സിലുണ്ട് ഭഗവാൻ തുറന്നു കഴിഞ്ഞാൽ പെട്ടു, ഞാൻ പോവില്ല പുറത്തേക്ക്. തുറന്നു കഴിഞ്ഞാൽ പറ്റിച്ചേന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോരും. പക്ഷേ തുറന്നില്ല. ഞാൻ ഇവര് ആരെങ്കിലും തിരിച്ചു വിളിക്കുന്നു വിചാരിച്ചു, ഒരാള് പോലെ എന്നെ തിരിച്ചു വിളിക്കണില്ല. എന്നിട്ട് ഞാൻ അവിടെ കടന്നുറങ്ങിയപ്പോ പട്ടി കുറച്ചപ്പോ എല്ലാരും വന്നു. അപ്പോഴാണ് മറ്റേ സംഭവം ഉണ്ടായത്.
ആ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ വീണ്ടും വരാം വരാന്ന് പറഞ്ഞിട്ട് സാധനം തിരിച്ചത്. വണ്ടി തിരിച്ചു പോയത്. പക്ഷെ ആ സാധനം ഇത്തവണ നെവിൻ ഇറക്കിയപ്പോ അത് പണിപാളി. അത് വേറെ ഇതായി. പക്ഷെ അതിൽ നിന്നൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നെവിൻ അത് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു, മാപ്പ് പറഞ്ഞിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ വാക്കുകള്, പകരം വേറൊരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ ഇതുപോലെ തിരിച്ചു വരുമായിരുന്നു? അത്രത്തോളം കോണ്ടന്റ് കൊടുക്കാത്ത ഒരാളാണ് അവിടെ പോയിരുന്നെങ്കിൽ അതുപോലെ. അത് 7ന്റെ പണിയായിരുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. 7ന്റെ പണിയുള്ള സീസൺ ആയിരുന്നു. അപ്പൊ നെവിന് അവരൊരു ഫേവറിസം കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. നെവിൻ കുറേം കൂടി ഒരു ഇപ്പൊ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം ബിഗ് ബോസിൽ കുറച്ചുകൂടി അടിബഹളം കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മാറി കുറച്ച് എന്റർടൈൻമെന്റ് പരിപാടി പിടിക്കുന്നത് നെവിനാണെന്ന് തോന്നിയിട്ടുണ്ട് കുറെ സംഭവങ്ങൾ. അപ്പം കുറെ ഉൾക്കൊള്ളാത്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലായിരിക്കും. പക്ഷെ നെവിന്റെ ഇപ്പൊ എന്റെ വൈഫിന്, എന്റെ വീട്ടുകാർക്ക് നെവിന്റെ ഭയങ്കര ഇഷ്ടമാണ്. നെവിന്റെ ആ മാനറിസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എല്ലാ സീസണിലും ബിഗ് ബോസിന് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ബിഗ് ബോസ് പറയാം എല്ലാവരും ഒന്നാന്ന് പറയും, പക്ഷെ നമുക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ. അല്ലാതെ ബിഗ് ബോസിന് എല്ലാവരും ഒന്ന് തന്നെയാണ്, പക്ഷെ നമുക്കൊരു തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ സീസണിൽ ബിഗ് ബോസിന് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ആരാന്ന് ഞാൻ പറയില്ല, കത്തിക്കാനല്ലേ റണ്ണറപ്പ് ആയിട്ടോ എനിക്കറിയില്ല. രതീഷ് ചേട്ടന് ഫേവറേറ്റ് ആയിട്ടുള്ള ആള് കഴിഞ്ഞ സീസണിൽ വിന്നറായി, വിന്നറാവുകയും ചെയ്തു. പിന്നെ ഒരുമിച്ച് പരസ്യത്തിൽ കുത്തട ശവത്തില് ഞാൻ ബാഗ് എടുത്ത് പോകുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വിളിക്കുന്നു വിചാരിച്ചു, വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എവിക്ഷൻ സമയത്ത്, ഒരാഴ്ച കഴിഞ്ഞ് എവിക്ഷൻ സമയത്ത്, എവിക്റ്റ് ആയ സമയത്ത് അവനൊരു അവസരം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചൊരാൾ ആയിരുന്നു ജിൻഡോ, അല്ലെ? അപ്പൊ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടാൽ നിങ്ങൾ സൗഹൃദം പോലെ. ഞങ്ങള് വലിയ ക്യാമ്പ്, ഞാൻ ഒരു ദിവസം ജയിലിൽ കിടന്നില്ലേ, അന്ന് ഞാനും അവനും കൂടിയിട്ട് അടുത്ത ആഴ്ചകളിൽ എങ്ങനെ കളിക്കുന്ന പ്ലാൻ ചെയ്യായിരുന്നു. മനസ്സിലായി, വൺകിയുടെ പ്ലാനാണോ ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നത്. ഈ സീസൺ നാച്ചുറൽ ആയിട്ട് ഉള്ള കണ്ടന്റുകളാണോ വരുന്നത്? ആണോ? അല്ല അല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ എല്ലാ ദിവസവും വഴക്കാണ്. കഴിഞ്ഞ വട്ടം എൻ്റെ മേലിൽ ഉണ്ടായിരുന്നൊരു പഴി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ നോക്കിയാലും വഴക്കിടുന്നു, ഞാൻ എപ്പോൾ നോക്കിയാലും കണ്ടന്റുകൾ കൊടുക്കുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ തന്നെയാണ് ഈ സീസണും കാണുന്നത്, അല്ലേ? ഞാനിപ്പോൾ ലൈവ് കാണാറില്ല, ആത്മാർത്ഥമായിട്ട് പറയാണ്. ഞാൻ സീസൺ 7 താഴ്ത്തി പറയണതല്ല, പക്ഷെ ലൈവ് ഞാൻ കാണാറില്ല. ഞാൻ എപ്പിസോഡ്സ് കാണാറുണ്ട്, അതും ഹോട്ട്സ്റ്റാറിലിട്ട് കാണാറ്. ഏഷ്യാനെറ്റ് ടെലികാസ്റ്റിംഗ് കാണാറില്ല, ഫോർവേഡ് അടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇനി കയറി വരാൻ സാധ്യതകൾ ആരായിരിക്കും? പറ. അല്ല, സീസൺ 8ന്റെ ഓഡീഷനാണ് പറ. അക്ബറാണോ? ഇനി കയറി വരാൻ പോകുന്ന വ്യക്തി അക്ബർ ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അക്ബർ നെഗറ്റീവ് ഗെയിംസ് ആണ് കളിക്കുന്നത്, പക്ഷെ അക്ബർ ഭയങ്കര ഗെയിമറാണ്, ഭയങ്കര ബുദ്ധിശാലിയാണ്. ഷാനവാസ് ഭയങ്കര ബുദ്ധിശാലിയാണ്. ഷാനവാസിന്റെ ഗെയിം ഗംഭീര ഗെയിമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഷാനവാസ് ഒതുങ്ങുകയാണ്. ഷാനവാസ് എന്താണെന്നറിയില്ല. ഷാനവാസ് ഇന്നലെയൊക്കെ എന്തോ ഫയറായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിക്കണ്ടായിരുന്നു. നെവിനും ഷാനവാസ് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ കാണിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഷാനവാസ് ഇറങ്ങി കളിച്ചാൽ വേറെ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് കയറാൻ പറ്റില്ല. ഒന്ന് ഉൾവലിയുന്ന പോലെ. ഷാനവാസ് നല്ലൊരു ഗെയിമറാണ്, പക്ഷെ ഷാനവാസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അനീഷിന്റെ ഫ്രണ്ട്ഷിപ്പ് പിടിച്ച് അങ്ങനെയുള്ള ട്രാക്ക് പോവാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല. ഷാനവാസ് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് നല്ലൊരു ഗെയിമറാണ്, പക്ഷെ ഇപ്പോൾ ഇറങ്ങി കളിക്കുന്നത് അക്ബറാണ്. അപ്പൊ ഷാനവാസ് അത് പൊട്ടിച്ച് കയറി വരാൻ സാധ്യതയുള്ള ഒരാളാണ്. ഒന്നും വേണ്ട, ആര്യൻ ഫുള്ള് നെഗറ്റീവായിട്ട് ആ മസ്താനി പോകുമ്പോൾ ഉള്ളൊരു ആര്യന്റെ ഒരു പ്രകടനം ഗംഭീര ആക്റ്റായി. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി പോയി. ഞാൻ മസ്താനിയോടുള്ള ഒരു വിരോധമല്ല കേട്ടോ. ഞാൻ പറയുന്നത് ആ സമയത്ത് ആ പയ്യൻ കാട്ടിയ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അപ്പാനിക്ക് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. അപ്പാനി പോകുമ്പോ മസ്താനി ഇങ്ങനെ സന്തോഷിച്ചു, അതിന് പകരം വീട്ടുകാരെന്നാ പറയുന്നത്. എനിക്ക് വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഞാനാണ് ആ സ്ഥാനത്ത്, അല്ലെങ്കിൽ റോഹനാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആര്യൻ അത് വേറെ ലെവലാക്കിയത്. റീൽസുകളാണ് വരുന്നത്. പുലിക്കളി കളിച്ച് അതേ രീതിയിൽ പെട്ടെന്ന് മാസ്ക് ഒക്കെ വന്നത് ജിസൈൽ കൊടുത്തതാണ്, ഞാൻ കണ്ടു. ഈ സംഭവം ഇത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നു. അത് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലാതെ ഇപ്പൊ മാസ്ക് വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി പുറത്ത് പോകുമ്പോ അത് കളിക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ചാൽ അതറിയില്ല. അതേപോലെ ഒരാൾ വന്നിട്ടുണ്ട്, സാബുമാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാ ഈ സീസണില്
എന്താണ് എന്താണ് പറയൂ. ആ, ഈ അപ്പാനി പോയി, ആ. RJ ബിൻസി പോയി, ഇപ്പൊ ഈ അടുത്ത് പ്രവീൺ പോയി. ആ. ലവ് ട്രാക്ക് തുടങ്ങാൻ സാധ്യതയുള്ള ആളുകളെ മുഴുവൻ ഇവരെ എവിക്ട് ചെയ്ത് വിടുകയാണ് നോക്കുന്നുണ്ട്. അല്ലേ? അപ്പാനി ബിൻസി ലവ് ട്രാക്ക് ആയിരുന്നു. ലവ് ട്രാക്ക് അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് മൂഡിൽ പറയാൻ പറ്റില്ല. പ്രേക്ഷകർ ഓരോന്നൊക്കെ അത് ലവ് ട്രാക്ക് ഒന്നും അല്ല കേട്ടോ. ഓക്കെ. അപ്പാനി മാരീഡാണ്, അത് ലവ് ട്രാക്ക് ഒന്നല്ല. പക്ഷെ പ്രേക്ഷകർക്ക് ഒരു ചിന്ത വരികയാണ് ലവ് ട്രാക്കിലേക്ക് പോകുന്നത്. കാരണം അപ്പാനി നല്ല രീതിയിൽ കുടുംബം നയിക്കുന്ന ഒരാളാണ്. അപ്പാനിയും ആ കുട്ടീനെയും കുറിച്ചിട്ട് വെറുതെ ഒരു ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ അത് വെറുതെയാണ്. അതിപ്പോൾ ഗെയിമിന്റെ ഭാഗമാണ് കേട്ടോ. അതിപ്പോൾ അവിടെ കളിക്കുന്ന ആൾക്കാരും ഗെയിമാണ്, അതിനുള്ളിൽ മുഴുവൻ ഗെയിമാണ്. പ്രേക്ഷകർ അത് ലവ് ട്രാക്ക് ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊരു ലവ് ട്രാക്കിലേക്ക് പോവില്ല എന്നുള്ള കാര്യം എനിക്ക് 101% ഉറപ്പായിരുന്നു. കാരണം അപ്പാനി കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിൻസി നല്ലൊരു ഗെയിമറാണ്. ഫ്രണ്ട്ഷിപ്പ് അവിടെ ഒരു ക്രിയേഷൻ വരും, അവരൊരു ഫ്രണ്ട്ഷിപ്പ്. ടോപ്പ് 3 വരാൻ സാധ്യതയുണ്ടെന്ന് രജിഷേന് ഇപ്പൊ തോന്നുന്ന 3 പേര്. അക്ബർ എന്തായാലും വരും. അക്ബർ എന്തായാലും ടോപ്പ് 3 ഫസ്റ്റ് സെക്കൻഡ് 3 എന്നുള്ള രീതിയിലേക്ക് ഒരു ടോപ്പ്. അനുമോൾ എന്തായാലും വരും, അക്ബർ എന്തായാലും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 പൊസിഷനിൽ നമുക്ക് നോക്കാം. ഈ 2 പേര് മാത്രം ഉറപ്പുള്ളേ. ഈ 2 പേരിൽ ഒരാളാണോ ഈ പുറത്ത് അവിടെ കോണ്ടന്റ് കൊടുക്കാതെ തന്നെ കിടക്കുന്ന? അല്ലാത്തൊരാളാണ്. ഈ 2 പേരല്ലാത്ത ഒരാളെ കുറിച്ചിട്ടാണ് പുറത്ത് അവിടെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പൊ ചില സമയത്ത് കാര്യമായിട്ട് കാണിക്കും, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒന്നുമില്ലാത്ത സമയത്തും ഈ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരേപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ലെറ്ററിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഗംഭീര കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. ഒരേപോലെ കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? പക്ഷെ ചില സമയത്ത് ഒന്നുമില്ലാത്ത സമയത്ത്, ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ലെറ്ററിംഗ് ആണ്. ഈ ആള് അപ്പൊ ഞാൻ പറഞ്ഞത് മാനിപ്പുലേഷൻ അവസാനം പറഞ്ഞ 3-ലോട്ട് വരുമോ? ഏതാ വരാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഈ വ്യക്തി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുകഴ്ത്തുന്ന വ്യക്തികൾ കുറെ കഴിയുമ്പോൾ ഈ വ്യക്തി ഡിസർവിംഗ് അല്ല എന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ ജിൻഡോ മണിക്കുട്ടൻ അതാണ്. അത് ഞാൻ പറയട്ടെ, ആ സമയത്ത് റോഹൻ എന്താ തോന്നിയത്? ജിൻഡോ ഒരു നല്ല ഗെയിമറായിട്ട് തോന്നി. കാരണം എന്താ? ജിൻഡോ ഒരു നല്ല ഗെയിമറായിട്ട് തോന്നുന്നത് ജിൻഡോന്റെ ചുറ്റുപാടുള്ള ആളുകൾ ജിൻഡോനെക്കാട്ടും താന്നിരിക്കുന്ന കാരണമാണ്. അവിടെ ഞാനുണ്ടെങ്കിൽ, റോക്കി ഉണ്ടെങ്കിൽ, തമ്മിൽ ഭേദം തൊമ്മൻ ആ ഒരു കാറ്റഗറിയിലേക്ക് ഞാൻ പോകുന്നില്ല. ആ സമയത്ത് ജിൻഡോ ആയിരുന്നു അവിടെ ആൾക്കാർക്ക് പ്രിയമുള്ള ഒരാള്. അപ്പോൾ ഇനി ആ സമയത്ത് ജിൻഡോന് കപ്പ് കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. കാരണം എന്താ വെച്ചാൽ അതേപോലെയുള്ള ഒരു ഇതായിരുന്നു, ഹൈപ്പായിരുന്നു ജിൻഡോന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇതേ പ്രേക്ഷകർ തന്നെയാണ് ഡിസർവിംഗ് അല്ല എന്ന് പറയുന്നത്. ഇതേ പ്രേക്ഷകർ തന്നെയാണല്ലോ 1ാം സ്ഥാനത്തേക്ക് അടുപ്പിച്ചത്. മണിക്കുട്ടൻ, എനിക്ക് മണിക്കുട്ടന്റെ ആ സീസണിൽ മണിക്കുട്ടന് ഭയങ്കര ആരാധനയായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ നിലത്ത് കടന്നിട്ടൊക്കെ മണിക്കുട്ടൻ മറ്റേ പുറത്തേക്ക് പോയപ്പോൾ പുറത്തേക്ക് പോയല്ലോ മണിക്കുട്ടൻ വന്നപ്പോൾ തല എന്ന് പറഞ്ഞ ഒരു പാട്ട് വെച്ചിട്ടാണ് മണിക്കുട്ടൻ വന്നത്. ഞാൻ ബിഗ് ബോസ് ഫുള്ള് കാണുന്ന ഒരാളാണ്. ആ തല എന്ന് പറഞ്ഞ പാട്ട് ആ പ്രമോലൊക്കെ വന്നപ്പോൾ ഞാൻ ആഘോഷിച്ചതാണ്. അയ്യോ മണിക്കൂട്ടൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട്. കുറേ കഴിയുമ്പോൾ ആളുകൾ പറയുന്നത് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ മണിക്കൂട്ടൻ എന്താ ചെയ്തത്? എനിക്ക് മണിക്കൂട്ടൻ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചു തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഒരു വിലയിരുത്തൽ. മണിക്കൂട്ടൻ നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ്, ഡിസർവിംഗ് ആയിട്ടുള്ള, ആ സമയത്ത് ഡിസർവിംഗ് ആയിട്ടുള്ള ഒരാളാണ്. കിടിലം ഫിറോസ് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അദ്ദേഹം നല്ല രീതിയിൽ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ്. അപ്പോൾ മണിക്കൂട്ടൻ ഇപ്പൊ പറയുന്നത് ഡിസർവിംഗ് അല്ല എന്ന് പറയുന്നത്. ജിൻഡോ ഇപ്പൊ ഡിസർവിംഗ് അല്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ സീസണിൽ ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിനെ കപ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല എനിക്ക് തോന്നുന്നുണ്ട്, ആ വ്യക്തിക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ജനങ്ങൾ ആഘോഷിക്കും. കപ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞാൽ ഡിസർവിംഗ് അല്ല എന്ന് പറയും. കാരണം ആ വ്യക്തിക്ക് കപ്പിലേക്ക് പോകാനുള്ളതൊന്നും ആ വ്യക്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ വിന്നറിലെ ഡിസർവിംഗ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? പേര് പറയുന്നത് പേര് പറയണ്ട. സീരിയലൊക്കെ അഭിനയിക്കുന്ന ആളാണോ? അല്ല. സീരിയൽ അഭിനയിക്കുന്ന ആളല്ല. മെയിലോ ഫീമെയിൽ? മെയിലാണ്. ഓക്കെ. ഫസ്റ്റ് എൻട്രി ഉള്ളല്ലേ? വൈൽഡ് അല്ലല്ലോ. ഫസ്റ്റ് എൻട്രി. ഓക്കെ.